കോട്ടയം ജില്ലയിലേക്കാണ്. കഴിഞ്ഞ ദിവസം അവിടെ കോട്ടയം ജില്ലയിലും മഴയുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടമൊക്കെ സംഭവിച്ചിരുന്നു. കോട്ടയത്തേക്ക് എത്തുമ്പോൾ ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായി. മഴയുമായി ബന്ധപ്പെട്ട് മറ്റ് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? ആര്യ, മഴ ഒരൽപ്പം മാറി നിൽക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം മുതൽ ഒരു 3 മണി മുതൽ കാര്യമായ മഴ എവിടെയും പെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം. ഇന്ന് രാവിലെയും അതേ സ്ഥിതിയാണ് ഇതുവരെ തുടരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ച് അലർട്ട് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും മഴ വീണ്ടും ഇടയ്ക്ക് കനക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നലെ ഈ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായത് ഈ ഉരുൾപൊട്ടൽ തന്നെയാണ് പ്രധാന കാരണമായി പറയുന്നത്. പ്രത്യേകിച്ച് തലനാട്, തീക്കോയി, ഒപ്പം തന്നെ ഭരണങ്ങാനം വില്ലേജിൽപ്പെട്ട സ്ഥലം, ഈ 3 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. അങ്ങനെ മീനച്ചിലാറ്റിൽ വലിയ രീതിയിൽ വെള്ളം കൂടുന്നു. അങ്ങനെയാണ് ഈരാറ്റുപേട്ടയിലും പാലാ നഗരത്തിൽ ഏതാണ്ട് രാത്രി വൈകുന്നേരത്തോടു കൂടിയും വെള്ളം കയറുന്ന സ്ഥിതി വന്നത്. ആ വെള്ളം അല്പം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഒരു ആശ്വാസം. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അതേസമയം തന്നെ ഇത്തരം വിവിധയിടങ്ങളിലെ മഴ കാരണം, അതിശക്തമായ മഴ കാരണം തോടുകളിലൂടെയും മറ്റും വെള്ളം ഒലിച്ചു കയറി പലയിടത്തും ജനങ്ങൾ ദുരിതത്തിലായിട്ടുണ്ട്. ഏതാണ്ട് 300-ലധികം ആളുകൾ, 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടെ 300-ലധികം ആളുകൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. 16 വീടുകൾ ഏതാണ്ട് ഭാഗികമായി നശിച്ചിട്ടുണ്ട്. ഒരു വീട് കോട്ടയം താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, ഇന്നും ഈ മഴ തുടരും എന്നുള്ളത് കൊണ്ട് എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇന്നും ഉണ്ടാകും. അതായത് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെയുള്ള നിയന്ത്രണങ്ങളടക്കം ഇന്നും തുടരും എന്ന് തന്നെയാണ്. കൺട്രോൾ റൂം ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടുള്ള ഏകോപനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തോടുകളിൽ പലയിടത്തും, ഈ മണിമല, പന്നകം തോടടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്നലെ വൈക്കത്ത് മീൻ പിടിക്കാൻ പോയ തൊഴിലാളി കാറ്റത്ത് വള്ളം മറിഞ്ഞ് മരിക്കുന്ന സാഹചര്യവും ഇന്നലെ ഉണ്ടായി ജില്ലയിൽ. ഒരാളെ ഈ കൊക്കയാർ ഭാഗത്ത് നിന്ന്, ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്, അവിടെ നിന്ന് കാണാതായതായുള്ള സൂചനകളുണ്ട്. അത് സംബന്ധിച്ച് അന്തിമമായൊരു സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. എന്തായാലും മഴ ഒരൽപ്പം മാറി നിൽക്കുന്ന ഒരു ആശ്വാസത്തിലാണ് ഇന്ന് രാവിലെ ഉള്ളത്. അത് ഇനി ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് മഴ കടുക്കുമോ എന്നുള്ള ആശങ്കയും നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലവർഷം തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഈ കിഴക്ക് നിന്നുള്ള വെള്ളം പൂർണ്ണമായി ഇനിയിപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഒലിച്ചെത്തുന്നത്. അവിടെ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആഴ്ചകളോളം വെള്ളക്കെട്ടുകൾ ഈ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ, ഐമന, മാർപ്പൂക്കര, തിരുവാർപ്പ്, അങ്ങനെ വിവിധ പഞ്ചായത്തുകളിൽപ്പെട്ട വൈക്കത്തിന്റെ വിവിധ മേഖലകളിലൊക്കെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഒരു പരിധിവരെ ഇപ്പോൾ ഉണ്ടായ വെള്ളപ്പൊക്കം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ ഇത്തരം മേഖലകളിൽ വെള്ളം കയറുന്നതിനും കൂടുതൽ സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും അതാണ് കോട്ടയത്തിന്റെ ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം അവിടെ ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്ക ഭീഷണിയും, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ശ്രീജിത്ത് നൽകിയത്. ഇനി നമുക്ക്